ഇന്ന് കേരളത്തിലെ മിക്കവാറും എല്ലാ സ്കൂളുകളിലും പ്രവേശന ഉത്സവം നടന്നു. അത് പുത്തനുടുപ്പൊക്കെ ഇട്ട് വളരെ നല്ല കളിച്ചിരിയോടുകൂടി കുഞ്ഞുങ്ങളൊക്കെ വരികയാണ്. പണ്ടൊക്കെ ഒരുപാട് കരച്ചിലുമൊക്കെ നമുക്ക് കാണാനുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്രത്തോളം ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല. മറ്റേത് വലിയ വാശിയാണ്, ഭയങ്കര ബഹളം ഉണ്ടാക്കിയാണ് ഓരോരുത്തർ വരുന്നത്. അവിടെ വന്ന് കിടന്ന് മറിഞ്ഞ് അവസാനം രണ്ട് കാലയും രണ്ട് കയ്യിലും തൂക്കി എടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട് ചിലപ്പോൾ. ഇത് അങ്ങനെയൊന്നും ഉള്ള കാഴ്ചകൾ ഇപ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, ഈ ആദ്യത്തെ ദിവസം അവർക്ക് കളർ ഉടുപ്പുകളൊക്കെ ഇടാം, മിക്കവാറും ഇടത്തൊക്കെ സമ്മതിക്കും, സ്കൂളുകളിലൊക്കെ സമ്മതിക്കും. പക്ഷേ അത് കുഞ്ഞുങ്ങളെ നമ്മൾ പണ്ടത്തെ കുഞ്ഞുങ്ങൾ ഇന്നത്തെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ഒന്ന് തിരിച്ചറിയണം സമൂഹം. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പോലും ഉള്ള തിരിച്ചറിവുള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ രക്ഷാകർത്താക്കൾ തന്നെ നിന്നെ അങ്ങനെ ചെയ്തു കളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഞാൻ കൊണ്ടിന്ന് കേസ് കൊടുക്കുമെന്ന് പറയും. ആ രീതിയിലാണ് കുഞ്ഞുങ്ങൾ ഇന്ന് വളർച്ചയുണ്ട്, അവർക്ക് ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഈ മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഇതുപോലെ ഈ പ്രവേശനോത്സവത്തിന് വിളിച്ചു വരുത്താറുണ്ട്, എന്നെ പല സ്കൂളുകളിലും വിളിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ തെരേസ സ്പൈനലി പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ് എറണാകുളത്ത് ഞാൻ പോയത്. ഒരു വലിയ സ്കൂളാണ്, ഒരുപാട് കുഞ്ഞുങ്ങളുമുണ്ട് അവിടെ പോയത്. വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഇങ്ങനെയുള്ളപ്പോൾ ചെന്ന് അവരെ പ്രസംഗിച്ച് അവരെ മടുപ്പിക്കാതിരിക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമായി ഇന്ന്. കാരണം ഒരുപാട് പേര് കാണും അവിടെ. അപ്പോൾ എല്ലാവരും അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് കേട്ടോണ്ടിരിക്കുക നിൽക്കുക എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ നിൽക്കും, ഒരുപാട് നേരം നിൽക്കുക. അതൊക്കെ അവരുടെ അടുത്ത് കാണിക്കുന്ന ക്രൂരതയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ചുരുക്കമായിട്ട് സംസാരിക്കുക, തിരിച്ചു വരിക. പക്ഷെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ സന്തോഷത്തിനിടയിലും നമ്മുടെ നാട്ടിൽ പല ഭാഗങ്ങളിലും ഈ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ചില നടപടിക്രമങ്ങൾ നമുക്ക് കാണുമ്പോൾ വളരെ സങ്കടം വരും. ഇപ്പോൾ ഇന്ന് മാധ്യമങ്ങളിലെല്ലാം കണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, ഞാൻ ആ സ്കൂളിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അടൂർ ഒരു സ്കൂളിൽ ഒരു 9ാം ക്ലാസ്സിലെ ഒരു കുട്ടി കേട്ടോ, ആ മോനെ അങ്ങനെ വിളിച്ച് അവനെ ക്ലാസ്സിന് പുറത്ത് നിർത്തി. 3 മണിക്കൂറാണ് അവനെ അവിടെ നിർത്തിയത്. ക്ലാസ്സിൽ കയറാൻ സമ്മതിച്ചില്ല. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? അവൻ മുടി വെട്ടിയത് ശരിയായില്ലെന്നാണ്. ഇത് മുടി വെട്ടിയത് അവനല്ല, ബാർബർ ഷാപ്പിൽ നിന്ന് മുടി വെട്ടി കൊടുക്കുന്നതാണ്. അത് പണ്ടൊക്കെ ഈ കത്രികയും ഒക്കെ ഉപയോഗിച്ച് ഇത് വെട്ടുമെങ്കിൽ ഇന്ന് അങ്ങനൊന്നും അല്ല. ഇന്നൊക്കെ ട്രിമ്മർ ഉപയോഗിച്ചാണ് ഈ 2 സൈഡും ഒക്കെ അവരെ എടുക്കുന്നതും മിക്കവാറും ഒക്കെ ഭാഗങ്ങളും ബാക്കിലും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അത് മാത്രം അവർ തന്നെ ഈ മുടി വെട്ടുന്നവർ തന്നെ ഇപ്പോൾ എന്താണെന്നറിയാം, ഒരു സിസ്റ്റം അവരങ്ങ് എടുത്തിട്ടുണ്ട്. ഈ സൈഡ് അങ്ങ് വളരെ കുറയ്ക്കും. ഇപ്പോൾ അതൊക്കെ നമുക്കൊക്കെ ആകുമ്പോൾ, ഞാനൊക്കെ പഴയ ആളായതുകൊണ്ട് എനിക്ക് പഴയതുപോലെ മുടി വെട്ടും. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക്, ഇപ്പോൾ എൻ്റെ കൊച്ചുമക്കൾക്കൊക്കെ ഈ സൈഡ് നന്നായിട്ട് അവരെടുക്കും. എടുക്കുന്നത് എന്താണെന്നറിയോ, ഇത് മുഴുവൻ ഷേവ് ചെയ്തുകൊണ്ട് ഈ ക്രിക്കറ്റ് കളിക്കുന്നവന്മാരും അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കുന്നവരും ഒക്കെ ഉണ്ട്. ഇവരെയൊക്കെ ഈ കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ മാത്രമല്ല ഈ മുടി വെട്ടുന്നവരും കാണും. അതൊരു ഫാഷൻ ആയിട്ട് അങ്ങ് മാറുമ്പോൾ ലോകത്ത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. പണ്ട് ഇപ്പം ആരെങ്കിലും ഇപ്പം മുട്ടയടിച്ചുകൊണ്ട് വരുന്നവന്മാരെ നമുക്ക് കാണാനില്ല. പണ്ട് എൻ്റെ കൊച്ചുനാളിലൊക്കെ ആണെങ്കിൽ ചില മുട്ടയടിക്കും. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? മുടി വെട്ടിക്കാൻ പൈസയില്ല എല്ലാ പ്രാവശ്യവും. അതുകൊണ്ട് ഇത് മൊത്തം അങ്ങ് പഠിച്ചു കളഞ്ഞേക്കാൻ പറഞ്ഞേക്കും. എന്നിട്ട് ഒരു 4-5 മാസത്തേക്ക് പിന്നെ അവന് വെട്ടണ്ട. അങ്ങനെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അതല്ലല്ലോ കാലം. ഇന്നിപ്പോൾ ഈ മുടി വെട്ടിയപ്പോൾ ആ സൈഡിൽ ഞാനത് ആ കുട്ടിയുടെ പടം ഞാനിതിൽ കണ്ടു. യഥാർത്ഥം അങ്ങനെ കാണിക്കാൻ പാടില്ലാത്തതാണ്, അത് കണ്ടു. പക്ഷെ കണ്ടിട്ട് അതിനകത്ത് എനിക്ക് വലിയ വൃത്തിയോടൊന്നും തോന്നിയില്ല. ഞാനൊരു പഴഞ്ചൻ എന്നുള്ള നിലയ്ക്ക് പോലും ഞാൻ കണക്കാക്കുന്ന എനിക്ക് പോലും ആ വൃത്തികേടായിട്ട് എനിക്കത് തോന്നിയില്ല. കാരണം നന്നായിട്ട് വെട്ടിയിട്ടുണ്ട്. അത് സൈഡ് ശകലം കൂടുതലുണ്ട്, മുകളിൽ കൂടുതലെടുത്തിട്ടുണ്ട്, മുകളിൽ മുടിയുണ്ട് കുറച്ച് എന്നും പറഞ്ഞാൽ അത് വലിയ കൂടുതലൊന്നും അല്ല. ആ കുട്ടിക്ക് അത് നന്നായിട്ട് ചേരുന്നുമുണ്ട് കേട്ടോ. ഒരു വികൃതമായിട്ട് വൈകൃതം എന്തെങ്കിലും കാണിച്ചു വെച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാം. ഈ കുഞ്ഞിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരൊക്കെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ടല്ലോ, അവർക്ക് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഈ മുതിർന്ന ആളുകൾക്ക് മാത്രമല്ല കുഞ്ഞുങ്ങൾക്കും ഉള്ളതാണ് എന്നെല്ലാവരും മനസ്സിലാക്കണം. ആ സ്കൂളിലെ ആളുകളുണ്ടല്ലോ, അവർ ചെയ്തേക്കുന്നത് വളരെ ക്രൂരതയാണ് ഈ കുഞ്ഞിൻ്റെ അടുത്ത് കാണിച്ചത്. അവനെ പിടിച്ച് അവിടെ നിർത്തുക, വെളിയിൽ നിർത്തിയേക്കുക, ക്ലാസ്സിൽ കയറ്റാൻ നിർത്തിയേക്കുക. അവൻ മുടി വെട്ടിയത്, അവൻ ഇനി മുടി ഉണ്ടാക്കി ഒപ്പിച്ചുകൊണ്ട് വരാൻ പറ്റുമോ? ആ മുടി വെട്ടിയത് അത് വളർന്നു വന്നല്ലേ പറ്റുള്ളൂ. ഇനി ഇവിടെ സൈഡ് കുറഞ്ഞു പോയെന്ന് അതാണ് പറഞ്ഞേക്കുന്നത്.
കുറഞ്ഞ അത്ര കുറവൊന്നും അല്ലത്, പക്ഷേ അത് വെട്ടി ഒരു ഒരു മുകളിലുള്ളതിനേക്കാളും കുറച്ച് കുറവുണ്ട്, അത്രയേ ഉള്ളൂ. അതിനി ആ മുടി അവനെ വെട്ടിയത് കൊണ്ട് അവനെ ഒക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുടി വളർന്നു വരണമെങ്കിൽ ഇനി ഏതാണ്ട് 1 മാസത്തിനടുത്ത് എടുക്കും. ഇനി 1 മാസം ഈ കുഞ്ഞ് ക്ലാസ്സിൽ കയറണ്ടേ? ഇതൊക്കെ എന്തായി ചെയ്യുന്നത്? ഇവരൊക്കെയാണോ അധ്യാപകർ? ഇതിനെ പറഞ്ഞ അധ്യാപകരാണോ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആരാ ചെയ്തതെന്ന്. പക്ഷെ ആര് ചെയ്താലും ശരി, ഇതൊരു വിവരക്കേടാണ് ഈ കാണിച്ചത്, ആ കുഞ്ഞിൻ്റെ അടുത്ത് കാണിച്ചത്. കുഞ്ഞിനോടുള്ള ഒരു വലിയ ക്രൂരതയാണത് കേട്ടോ. പണിഷബിളായിട്ടുള്ള ഒഫൻസാണ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചും ഒക്കെ ഉള്ള ഒഫൻസ് അതിനകത്ത് വരും നോക്കുമ്പോൾ. അപ്പോൾ അത് മനസ്സിലാക്കണം. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, പണ്ടത്തെ പോലെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ ആരെങ്കിലും അടിക്കാറുണ്ടോ? മറ്റേത് സ്കൂളിലൊക്കെ ഉണ്ടല്ലോ എന്ത് അടിയാണ് കിട്ടുന്നത്. പിന്നെ ഞാനൊക്കെ ക്ലാസ്സിൽ എപ്പോഴൊക്കെ ഒന്നാമതൊക്കെ ആയിരുന്നതുകൊണ്ട് എനിക്കൊന്നും ഒരുപാട് അടി കിട്ടിയിട്ടില്ല കേട്ടോ. വല്ലപ്പോഴും എന്തെങ്കിലും അത്യാവശ്യം കാണാൻ കിട്ടിയിട്ടേ ഉള്ളൂ. അതെൻ്റെ വാപ്പായും ഉമ്മയും എന്നെ പഠിപ്പിക്കുമ്പോൾ അവർ മാത്രമേ അടിച്ചിട്ടുള്ളൂ. ബാക്കി ടീച്ചേഴ്സൊന്നും അടിക്കാനുള്ള ഇടയും വന്നിട്ടില്ല. കാരണം ഞാൻ അങ്ങനെയുള്ള കുഴപ്പമൊന്നും കാണിക്കത്തുമില്ല, വികൃതിയൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പഠിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എനിക്ക്, പക്ഷേ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ പിടിച്ച് ശരിക്കും അടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇഷ്ടമാതിരി അടിക്കും. ഈ ഇന്ന് അങ്ങോട്ട് അടിക്കാൻ പോയാൽ എന്താണെന്നറിയോ? അകത്താവും. അത് പ്രശ്നമാണ്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കെതിരെ ഉള്ളത്, ഇതിനൊക്കെ CWCയിലൊക്കെ ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കർശനമായ നടപടി വരുന്ന ഒരു കാര്യമാണിത്. ഈ കുഞ്ഞിന് മാനസികമായിട്ട് എന്ത് വിഷമം വരും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇവരാലോചിച്ചോ? അതായത് നിനക്ക് ഇവിടെ നീ മുടി വെട്ടിയത് ശരിയല്ല. പിന്നെ അവനോടൊപ്പം തന്നെ വേറെ ഒരു 5-6 പിള്ളേരെ പിടിച്ചു വെച്ചതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഷൂസിന് പകരം ചെരുപ്പിട്ടുണ്ടോന്നു. അതൊക്കെ ഞാൻ പറയാം, അതൊക്കെ ആദ്യത്തെ ദിവസമൊക്കെ ഒന്ന് ക്ഷമിച്ചൂടെ ഇത്? എന്നിട്ട് പറഞ്ഞയക്കണം, ഇനി നാളെ നീ ഇതിട്ടുകൊണ്ട് വന്നാൽ നിനക്ക് ക്ലാസ്സിൽ കയറ്റാൻ പറ്റിയല്ല, അത് അച്ഛനെയും വിളിച്ചുകൊണ്ട് വരേണ്ടതായിട്ട് വരും എന്ന് പറയണം. അല്ലാതെ അതിന് വരുന്ന ഈ കുഞ്ഞുങ്ങളെ പുറത്ത് നിർത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ, വളരെ വലിയ ക്രൂരതയാണ് അവരോട് കാണിച്ചേക്കുന്നത്. ഇതൊന്നും ചെയ്യരുത്. അത് അങ്ങനെ കുറേ കുട്ടികൾക്ക് ഇതുപോലെ നിർത്തിയത് മാനസികമായിട്ടുള്ള പീഡനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇത് ചെയ്യരുത്, ഇങ്ങനൊന്നും ചെയ്യരുത് കുഞ്ഞുങ്ങളെടുത്ത്. അവൻ്റെ മനസ്സിൽ എത്ര നാൾ നിൽക്കും ഇത് ഒരു ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്? ഇനി അവനെ ഇത് സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ നടപ്പാക്കാൻ പോകുന്നെങ്കിൽ ഈ സ്കൂൾ അധികൃതരോട് ഞാൻ ചോദിക്കുക, നിങ്ങളൊരു 10-20 ദിവസമെങ്കിലും വേണം. 20 ദിവസം കഴിയാതെ അവൻ്റെ ആ മുടിയൊന്നും ആക്കി മറ്റേതുപോലെ വളർന്നു വരത്തില്ല. അന്നേരം അത് മതിയോ നിങ്ങൾക്ക്? അത് മുട്ടയടിച്ചുകൊണ്ട് വരണമായിരുന്നു. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. തെറ്റാണ് ചെയ്തത്. ഇങ്ങനെ കുഞ്ഞുങ്ങളോട് കാണിക്കരുത് ആരായാലും.